വൃക്കരോഗങ്ങൾ അഥവാ കിഡ്നി ഡിസീസ് ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണുന്ന അസുഖമാണ്. പുതിയ കണക്കുകൾ പ്രകാരം 10-ൽ ഒരാൾക്കെങ്കിലും ഇപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കിഡ്നി ഡിസീസ് കാണപ്പെടുന്നു എന്നാണ് കണക്ക്. എന്തുകൊണ്ട് കിഡ്നി രോഗങ്ങൾ ഇത്രയധികം വർദ്ധിച്ചു വരുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം. നിങ്ങളോട് സംസാരിക്കുന്നത് പ്രധാനമായും കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ, കിഡ്നിയുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കിഡ്നി രോഗങ്ങളുടെ പ്രധാന കാരണങ്ങൾ, നമ്മുടെ ശരീരം കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ, കിഡ്നി രോഗമുള്ള ആളുകളിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. കിഡ്നിയുടെ പ്രധാന പ്രവർത്തനം നമ്മുടെ രക്തശുദ്ധീകരണമാണ്. മറ്റൊന്ന് നമ്മുടെ ശരീരത്തിലെ പ്രഷർ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുക, വാട്ടർ ബാലൻസ് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്സ്, പ്രത്യേകിച്ചും സോഡിയം, പൊട്ടാസ്യം എന്നിവയുടെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നതും കിഡ്നിയാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രധാന പ്രവർത്തനങ്ങളാണ് കിഡ്നി നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കിഡ്നി തകരാറിലാണെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായി കാണുന്ന ലക്ഷണം നീര് വരിക എന്നുള്ളതാണ്. മുഖത്തും കാലുകളിലും, ഫേഷ്യൽ എഡിമ എന്ന് പറയും, കാലിൽ നമ്മൾ പിടൽ എഡിമ എന്ന് പറയും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. മറ്റൊന്ന് അമിതമായ ക്ഷീണം. പിന്നെ മൂത്രത്തിൻ്റെ അളവ് കുറയും, യൂറിൻ ഔട്ട്പുട്ട് വളരെ കുറഞ്ഞാണ് കാണുക. അതിൻ്റെ കളറിലും ചിലപ്പോൾ വ്യത്യാസം കണ്ടുവരാറുണ്ട്. അഡ്വാൻസ്ഡ് കേസസിൽ വിശപ്പില്ലായ്മ, അതുപോലെ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണാറുണ്ട്. എന്നാലും ആദ്യമായി കാണുന്ന പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് മൂത്രത്തിൽ വരുന്ന കളർ വ്യത്യാസം, മൂത്രത്തിൽ പത പോലെ കാണപ്പെടുക, അതുപോലെ മുഖത്തോ കാലിലോ നീര് വരിക. ഈ പ്രധാന ലക്ഷണങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി കിഡ്നി രോഗങ്ങൾ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടത് പ്രമേഹ രോഗമാണ്. ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് കിഡ്നി രോഗസാധ്യത വളരെ കൂടുതലാണ്. പല ആളുകളും കിഡ്നി രോഗമുള്ളവർ തന്നെ ഒരു നിയന്ത്രണവുമില്ലാത്ത രീതിയിൽ, ശരീരത്തിന് മറ്റു ദോഷങ്ങളൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ ഷുഗറിനെ നിയന്ത്രിക്കാതെ എല്ലാ ഭക്ഷണവും കഴിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ക്രമേണ അമിതമായ ഷുഗർ നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷനെയും പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുകയും അത് കിഡ്നി ഫെയിലിയറിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് പ്രമേഹമുള്ള ആളുകൾ അത് നിയന്ത്രണ വിധേയമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാന കാരണം ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈ BP. നല്ല BP ഉള്ള ആളുകൾ ഒരുപാട് കാലം BP ഉയർന്ന നിലയിൽ പോകുന്ന ആളുകളിൽ കിഡ്നി ഫെയിലിയറിനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പ്രധാനമായ മറ്റൊരു കാരണം അമിതമായ വേദനാസംഹാരികൾ ഉപയോഗിക്കുന്ന ആളുകളിലാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ, ചെറിയ തലവേദനയോ ചെറിയ ശാരീരിക പ്രയാസങ്ങൾക്കോ നല്ല രീതിയിൽ വേദനാസംഹാരികൾ ഉപയോഗിക്കുന്ന ആളുകളിൽ കിഡ്നി ഫെയിലിയറിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു പ്രധാന കാരണം ഉപ്പിൻ്റെ അമിതമായ ഉപയോഗമാണ്. അത് ഏത് പ്രായത്തിലാവുമ്പോഴും പിക്കിൾസ്, അച്ചാറ്, അതുപോലെ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഉണക്ക മത്സ്യം, അതുപോലെ അമിതമായ ഉപ്പുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് കിഡ്നി തകരാറിലാവാൻ കാരണമാവും. മറ്റൊരു കാരണം വെള്ളം കുടി കുറയുക. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. അത് കിഡ്നിയെ സ്മൂത്തായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കും. മറ്റൊരു കാരണം ആൽക്കഹോളിസം, മദ്യപാനവും പൊണ്ണത്തടിയുള്ള ആളുകൾക്കും കിഡ്നി രോഗസാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ കിഡ്നിയിൽ വരുന്ന അണുബാധ, കിഡ്നി സ്റ്റോൺ, മൂത്രക്കല്ല്, ഇവയൊക്കെ കിഡ്നി ഫെയിലിയറിന് സാധ്യത കൂട്ടും. അതുപോലെ ഈ കാലഘട്ടത്തിൽ കിഡ്നി ഫെയിലിയറിൻ്റെ ഒരു പ്രധാന കാരണം ജങ്ക് ഫുഡ്സിൻ്റെ അമിതമായ ഉപയോഗമാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫാസ്റ്റ് ഫുഡ്, ഇവയൊക്കെ അമിതമായി ഉപയോഗിക്കുന്നത് കിഡ്നി ഫെയിലിയർ വരാനുള്ള സാധ്യത കൂട്ടുന്നു. ചെറിയ പ്രായത്തിൽ കിഡ്നി ഫെയിലിയർ വരാനുള്ള പ്രധാന കാരണം ഇതുപോലുള്ള ഭക്ഷണ രീതികളാണ്. അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും നന്നായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വൃക്ക സംരക്ഷണത്തിന്, നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രധാനപ്പെട്ടത് പ്രോപ്പർ ഹൈഡ്രേഷൻ.
നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പ്രമേഹ രോഗികൾ, അതുപോലെ പ്രഷറുള്ള ആളുകൾ, ഇവർ അവരുടെ അസുഖത്തെ നിയന്ത്രണ വിധേയമാക്കുക. അതിനനുസരിച്ചുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക. ജങ്ക് ഫുഡ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും പാടെ ഒഴിവാക്കുക. പ്രോപ്പറായിട്ടുള്ള വ്യായാമം കിഡ്നി ഹെൽത്തിന് സഹായിക്കും. അതുപോലെ മദ്യപാനം, സ്മോക്കിംഗ്, ഡ്രഗ്സ്, അതായത് മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. വേദനാസംഹാരികളും മറ്റേത് മരുന്നുകളും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ വേദനകൾക്കൊന്നും പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കിഡ്നി ഫങ്ഷൻ കറക്റ്റ് ആണോ, കിഡ്നി പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്? കുറേ ആളുകൾ ക്രിയാറ്റിൻ മാത്രം ചെക്ക് ചെയ്ത് അത് നോർമലാണെങ്കിൽ കിഡ്നി നോർമലാണ് എന്ന രീതിയിൽ പോവാറുണ്ട്. എന്നാൽ ക്രിയാറ്റിൻ അതുപോലെ ബ്ലഡ് യൂറിയ ഒരു ബേസിക് ടെസ്റ്റ് മാത്രമാണ്. കിഡ്നിയുടെ പ്രോപ്പറായ പ്രവർത്തനം അറിയാൻ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിൽ നമ്മൾ ബ്ലഡിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ബ്ലഡ് യൂറിയ, ക്രിയാറ്റിൻ, അതുപോലെ എസ്റ്റിമേറ്റഡ് GFR. ഇവ കിഡ്നിയുടെ ഫിൽട്രേഷൻ എഫിഷ്യൻ്റ് ആണോ എന്നറിയാൻ സഹായിക്കും. അതുപോലെ ബ്ലഡിലെ മിനറൽസ്, സോഡിയം, പൊട്ടാസ്യം എന്നിവ നോർമലാണോ എന്നുള്ളത് പരിശോധിക്കണം. യൂറിൻ ടെസ്റ്റ് വഴിയും നമുക്ക് കിഡ്നി ഫങ്ഷൻ അസസ് ചെയ്യാൻ കഴിയും. അതിലൊരുപക്ഷെ ക്രിയാറ്റിനേക്കാൾ കൂടുതലായി പ്രധാനമുള്ള ടെസ്റ്റാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ. മൂത്രത്തിലൂടെ പ്രോട്ടീൻ മിസ്സാവുന്നുണ്ടോ, പോകുന്നുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റാണ്. കിഡ്നി നല്ല രീതിയിൽ ഫെയിലിയറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രിയാറ്റിനിൻ നമുക്ക് എലിവേറ്റ് ചെയ്ത് കാണാൻ കഴിയുള്ളൂ. എന്നാൽ വളരെ നേരത്തെ കിഡ്നി രോഗം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്രധാന ടെസ്റ്റുകളിൽ ഒന്നാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ. അതുപോലെ പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ. ഈ രണ്ട് ടെസ്റ്റുകൾ വളരെ നേരത്തെ കിഡ്നി രോഗങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. മറ്റൊരു പ്രധാന ടെസ്റ്റാണ് USG. മൂത്രക്കല്ല്, അതുപോലെ കിഡ്നിയിൽ മൂത്രക്കല്ല് കാരണം വരുന്ന ബ്ലോക്കുകളൊക്കെ, അതുപോലെ കിഡ്നിയുടെ വലിപ്പം എന്നിവ അസസ് ചെയ്യാൻ USG സഹായിക്കും. അപ്പോൾ ഇതുപോലുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കിയാൽ മാത്രമേ കിഡ്നി മുഴുവനായിട്ടും ആരോഗ്യപരമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് നമുക്ക് അസസ് ചെയ്യാൻ കഴിയുള്ളൂ. വെറും ഒരു ക്രിയാറ്റിൻ കൊണ്ട് മാത്രമല്ല, ഈ ടെസ്റ്റുകളെല്ലാം അതിന് സഹായിക്കും. അപ്പോൾ കിഡ്നി ഒരു ചെറിയ ഓർഗനാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട അവയവമാണ്. നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ ജീവിത ശൈലിയും നമ്മൾ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ കിഡ്നി ഫെയിലിയർ വരാതെ നമുക്ക് നമ്മളെ കിഡ്നിയെ സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക.